എന്തോ മമ്മി ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നേ. ഇത് ഇന്നലെ തൂമ്പ് മേടിച്ചില്ല മമ്മി. അപ്പൊ അതിന്റെ നാട്ടി പോളയെല്ലാം കുറെ ഉണ്ടായിരുന്നു കേട്ടോ, വലിയതായിരുന്നു കേട്ടോ. ആ പോളയൊക്കെ ഇളക്കി കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ ഇതിനകത്തെ ഇങ്ങനെ ഇതുണ്ടല്ലോ ഈ സാധനം, ഇതിനകത്ത് ഇങ്ങനെ തേനിരിക്കും. പണ്ടൊക്കെ മമ്മിയൊക്കെ ഉണ്ടല്ലോ ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തേൻ കുടിക്കുമായിരുന്നു. പക്ഷെ ഇതിനകത്തങ്ങ് തേനൊന്നും ഇല്ല, എല്ലാം പറ്റിപ്പോയതും കണ്ടാന്ന് തോന്നുന്നു. ഇത് വെച്ച് പക്ഷെ നമുക്ക് ഇന്ന് വൈകിട്ടത്തെ സ്നാക്സ് ഉണ്ടാക്കാം. ഇതെന്തോ മമ്മി ഇപ്പൊ സ്നാക്സ് ഉണ്ടാക്കുന്നേ? മറ്റേ നമ്മൾ ഉച്ചയ്ക്ക് എടുത്തില്ലായിരുന്നോ, മമ്മി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചില്ലായിരുന്നോ വാഴപ്പൂവിന്റെ? ദേ അതെല്ലാം മമ്മി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് എന്ത് ചെയ്യാനാ? മമ്മി ഒരു കാര്യം ഉണ്ടാക്കി തരാം, ഇപ്പൊ കണ്ടോണം എന്തുവാന്ന്. അതിന്റെ ആദ്യം ബാറ്റർ തയ്യാറാക്കട്ടെ. ബാറ്ററുണ്ട്, ബാറ്ററിലൊക്കെ മുക്കിയെടുത്താണ്. അപ്പൊ നമുക്ക് അതിന് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള ചെറുതെടുത്തിട്ടുണ്ട്, മല്ലിയിലയും കൂടെ ഉണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഫ്രൈസ് ഉണ്ടാക്കാനാണ്. ഫ്രൈസ് ഉണ്ടാക്കാനാണ്, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുവായിരുന്നാലും പറ്റും. പക്ഷെ നമ്മുടെ ഡെന്നപ്പനാണെങ്കിൽ അതെല്ലാം ഓരോന്നുള്ളി പറക്കും. അതുകൊണ്ട് മമ്മി ഇത് അരച്ചെടുക്കട്ടെ. പൂമോനെ അത് അരച്ചെടുത്തിട്ടുണ്ടേ. മമ്മി പിന്നെ ഉണ്ടല്ലോ ഏതാണ്ട് ഈ ബൗളിനകത്താണെങ്കിൽ കടലമാവ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൂടെ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ദേ ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം മുളക് പൊടി, പിന്നെ ഒരല്പം ജീരകപ്പൊടി, പിന്നെ ഒരു നുള്ള കായം, പിന്നെ ഒരല്പം അജ്വൈനില്ലേ, അയിമോദകം എന്ന് പറയും, അതുകൂടി ഇട്ട് കൊടുക്കാമേ. ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇടാം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാമേ. ഇതിനകത്ത് മമ്മി മുട്ടയും ഇടും. ഇതിനകത്ത് നമുക്കൊരു മുട്ടയും കൂടെ ചേർക്കാമേ. മുട്ടയും ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതിന് ബാറ്റർ ഉണ്ടാക്കണം. ഇതേ ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യണം. മുട്ടയും കൂടി ഇട്ടായോണ്ടേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്യാനേ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടേ, നമുക്കാണെങ്കിൽ തീ കുറച്ചിട്ടിട്ട് ഇതിനെ അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കാമേ. കണ്ടോ ദേ കുഞ്ഞാ, കണ്ടോ കളർ മാറിയല്ലോ. കളറൊക്കെ മാറി നമുക്കിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ കഴിക്കാം. വളരെ ഹെൽത്തിയാണ് കണ്ടോ. വാഴയും കൊണ്ട് എന്തെല്ലാം പ്രയോജനമാണെന്നറിയാമോ? ഈ വാഴയുടെ എല്ലാ പാട്ടും വെച്ച സാധനങ്ങളും ഉണ്ടാക്കാനുള്ള. അതാ ഈ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മക്കളെ വളർത്തുന്നതിനേക്കാളും നല്ലൊരു വാഴ നടുന്നതാണ്. പിന്നെ അല്ലാതെ, കാരണം വാഴയുടെ വാഴയില, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് എല്ലാം കൊണ്ടും ഗുണമല്ലേ. ദേ ഈ പൂവും വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പൊ എല്ലാ ഭാഗവും ഒരു പ്രയോജനമാണെന്ന് ഞങ്ങള് പ്രയോജനമില്ലെന്ന് അങ്ങനെ പറയത്തില്ല. അയ്യോ എന്റെ മക്കളിന്റെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ. മമ്മി അപ്പൊ ഇത് റെഡി ആയോ? ദേ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇതാണ്ട് ഇങ്ങനെ സോസിൽ മുക്കിയിട്ട് കഴിക്കണം. എങ്ങനെയുണ്ട് രുചി? സൂപ്പറാണ്. നമ്മളെന്നും ഓരോ സ്നാക്സ് ഉണ്ടാക്കണ്ടേ, അപ്പൊ ഇതൊരു സ്നാക്സ് നല്ലതാ. ഉണ്ടാ ഗുണമാണ് മോനെ, ഗുണം. എനിക്കെന്താ ഒരു പ്ലേറ്റ് എന്നാ എന്റെ കുഞ്ഞു മോനെ.